ഇന്ന് നമ്മുടെ ഇന്ദുക്കുട്ടിയുടെ നിശ്ചയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് സാരിയൊക്കെ എടുത്ത് സുന്ദരിക്കുട്ടിയായിട്ട് പോകണ്ടേ. ഇന്നത്തെ ഫുഡ് അവിടെ നിന്നായതുകൊണ്ട് അടുക്കളയിൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇന്നലെ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങൾ എടുത്ത് സെറ്റാക്കി വെക്കാനുണ്ട്, ചായയും കൂടി വെക്കാനുണ്ട്. പിന്നെ കുട്ടികൾ പോട്ടയിലാണല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കുക്ക് ചെയ്യാനില്ല. പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളിട്ട എല്ലാ കമന്റ്സും ഞാൻ വായിച്ചിട്ടുണ്ട്. സാരിയുടെ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാരി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഉടുക്കണത് എങ്ങനെയാണെന്നും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഇത് ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതായതുകൊണ്ട് എനിക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് അതിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് സാരി ഉടുക്കാം. ഇന്നലെ സെറ്റാക്കി വെച്ച കാരണം കൊണ്ട് ഇന്ന് ഒരു ടെൻഷനും ഇല്ല. ഇടുക്കുക, ഉടുക്കുക, പോവുക. പക്ഷെ ആ സാരിക്ക് ഏത് കമ്മലിടും ഏത് മാലിടുന്നൊന്നും ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടായില്ല. അപ്പൊ അത് ഞാൻ അങ്ങനെ വെച്ച് നോക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ സാരിക്ക് മാച്ച് ആവണ ഒരു കമ്മലൊക്കെ സെലക്ട് ചെയ്ത് എടുത്തു കേട്ടാ. പക്ഷെ ഇപ്പൊ കാണുമ്പോ എനിക്ക് തോന്നുക ആ ബ്ലാക്ക് ജിമുക്ക തന്നെയായിരുന്നു ഭംഗിന്ന്. എന്താ ചെയ്യാ, എന്തായാലും ഉടുത്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കൂടെ ഞാൻ എന്റെ താലിമാലയും കൂടി എടുത്തിട്ടു കേട്ടാ. പക്ഷെ എപ്പോഴും ഗോൾഡ് ഇടാൻ അത്ര ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് അത് ഇട്ടപ്പോ ഭയങ്കര ഓവറായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അമ്മോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് അമ്മയും പറഞ്ഞു അത് വേണ്ടടി, ഇങ്ങനെ തന്നെയാ ഭംഗി. അപ്പൊ ഞാൻ അത് ഊരി എടുത്തു വെച്ചു കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഈ സാരി, എന്തിനും നന്നായിട്ടാ ഒതുങ്ങിയിരിക്കണേ. അത് ഇന്നലെ തേച്ചത് കൊണ്ട് മാത്രല്ല കേട്ടോ, നല്ലൊരു മെറ്റീരിയൽ ആയിട്ടുള്ള സാരിയാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ കൂടുതലും ഇതുപോലെ കുറച്ച് ഒതുങ്ങുന്ന ടൈപ്പ് സാരികളാണ് സെലക്ട് ചെയ്യാറ്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ബോർഡർ വരുന്ന സാരിയാണ് പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഭംഗിയെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സാരികളൊന്നും അങ്ങനെ ഇഷ്ടാവാറില്ല. പക്ഷെ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഈ സാരി. അതുമാത്രല്ല കുറെ പേര് എന്നോട് ഈ സാരിയുടെ ഡീറ്റെയിൽസും ചോദിച്ചിരുന്നു. ഈ സാരി എനിക്ക് സമ്മാനിച്ചത് മാനവ ലൂംസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടാ. മാനവ ലൂംസിൽ 299 തൊട്ടാണ് സാരികളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. മാത്രല്ല അവരിൽ എല്ലാ ടൈപ്പ് സാരികളും ഉണ്ട്. സിൽക്ക് വേണോ, സെമി സിൽക്ക് വേണോ, ബനാറസി വേണോ, എല്ലാ ടൈപ്പ് സാരികളും അവരുടെ കയ്യിലുണ്ട് കേട്ടോ. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ മാനവ ലൂംസിന്ന് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ക്വാളിറ്റി ഉള്ള സാരികളാണ് അവരുടെ എല്ലാ സാരികളും. നമ്മുടെ ബഡ്ജറ്റ് ഏതാണെങ്കിലും ഏത് ഒക്കേഷൻ ആണെങ്കിലും അതിന് പറ്റിയ സാരികൾ എല്ലാവരുടെ പേജിലുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഒട്ടുമിക്ക സാരികൾക്കും ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ചെക്കനും പെണ്ണിനും പൊക്കി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവരൊരു ചെറിയ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നതാണ് കേട്ടോ.